വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR, കൺവർടെക്, HWCS, SHSRC പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ. നമസ്കാരം. വെൽനസ് വേയിലേക്ക് സ്വാഗതം. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അഥവാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ വഴി നൽകുന്ന പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന ഗാർഹിക പരിചരണ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ഉള്ളത് FHC പൂതാടിയുടെ കീഴിൽ വരുന്ന കേണിച്ചിറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ MLSP സ്റ്റാഫ് നഴ്സ് ദൃശ്യ ശ്രീനാഥ്, FHC മേപ്പാടിയുടെ കീഴിൽ വരുന്ന ചുളുക്ക ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ MLSP സ്റ്റാഫ് നഴ്സ് സോണിയ ജോസഫ് എന്നിവരാണ്. സ്വാഗതം റേഡിയോ മാറ്റുലിയിലേക്ക്. എന്താണ് പാലിയേറ്റീവ് ഹോം കെയർ എന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. പാലിയേറ്റീവ് ഹോം കെയർ എന്നത് സാന്ത്വന ഗാർഹിക പരിചരണം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഗുരുതര ദീർഘകാല അസുഖങ്ങളുള്ളവരും കിടപ്പിലായ രോഗികൾക്കും പരസഹായം കൂടാതെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാത്ത രോഗികൾക്കും അവരുടെ വേദനയും മറ്റ് ലക്ഷണങ്ങളും കുറച്ചു കൊണ്ടുവന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു പ്രത്യേക വൈദ്യ പരിചരണമാണ്. അത് അവരുടെ വീടുകൾ സന്ദർശിച്ച് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ അവരുടെ ആവശ്യങ്ങൾക്ക് പിന്തുണയും നൽകുന്നു. ഏതൊക്കെ തരം ആളുകൾക്കാണ് ഈ സാന്ത്വന പരിചരണം ആവശ്യമായത്? കിടപ്പിലായ രോഗികൾക്ക് മാത്രമാണോ വീടുകളിലെ സേവനം നൽകുന്നത്? അല്ല, സാന്ത്വന പരിചരണം ആവശ്യമായവർ, പക്ഷാഘാതം സംഭവിച്ച് കിടപ്പിലായവർ, അതുപോലെ പക്ഷാഘാതം കാരണം പരസഹായം ആവശ്യമുള്ളവർ, ആക്സിഡൻറ്റ് സംഭവിച്ച് നട്ടെല്ലിൻ്റെ ക്ഷതമേറ്റ് കിടപ്പിലായ രോഗികൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ, ഗുരുതരമായ കരൾ രോഗം ബാധിച്ചവർ, വൃക്കരോഗം ബാധിച്ചവരും, ഡയാലിസിസ് ചെയ്യുന്നവരും, ദീർഘകാല രോഗമുള്ളവരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാഹചര്യമില്ലാത്തവർ, അതുപോലെ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് സാന്ത്വന പരിചരണം വീടുകളിൽ പോയി നൽകുന്നത്. എന്തൊക്കെയാണ് സാന്ത്വന പരിചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ? പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് രോഗിയുടെ അവരുടെ വേദന, അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ സമ്മർദ്ദം, മറ്റ് ശാരീരികവും നമുക്കറിയാലോ, അവർക്ക് ശാരീരികവും മാനസികവുമായിട്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തായാലും അവർ നേരിടേണ്ടി വരും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർക്കൊരാശ്വാസം നൽകുക, അതാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം രോഗിയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നമ്മൾ സഹായിക്കുന്നു. അതുപോലെ രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിചരണം നൽകുന്നു. എങ്ങനെയൊക്കെയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴിയും ജനകീയ ആരോഗ്യ കേന്ദ്രം വഴിയും സാന്ത്വന പരിചരണം അഥവാ പാലിയേറ്റീവ് ഹോം കെയർ ലഭ്യമാക്കുന്നത്? പാലിയേറ്റീവ് ഹോം കെയറിനായി പ്രത്യേക പരിശീലനം ലഭിച്ച ഡോക്ടർമാർ, അതുപോലെ പാലിയേറ്റീവ് പ്രൈമറി സെക്കൻഡറി യൂണിറ്റിലുള്ള നേഴ്സുമാർ, പിന്നെ അതുപോലെ ജനകീയാരോഗ്യ കേന്ദ്രത്തിലെ MLSP നഴ്സുമാർ, സാമൂഹിക പ്രവർത്തകർ, അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ്, മറ്റ് സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരടങ്ങുന്ന ഒരു ടീമുണ്ട്. ഈ ടീമാണ് ഈ സാന്ത്വന പരിചരണം വീടുകളിൽ പോയിട്ടും അതുപോലെ തന്നെ OP വഴി ആശുപത്രിയിലൂടെയും ലഭ്യമാക്കുന്നത്. ഇതിൽ തന്നെ സാന്ത്വന പരിചരണം 3 വിഭാഗമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പരിഷ്കരിച്ച പാലിയേറ്റീവ് പരിചരണ പദ്ധതി പ്രകാരം ഏതൊക്കെയാണ് ഈ വിഭാഗങ്ങൾ? എങ്ങനെയൊക്കെയാണ് ഈ രോഗികൾക്ക് പരിചരണം ലഭിക്കുന്നത്? ഗുരുതര രോഗപീഠകൾ അഥവാ സീരിയസ് ഹെൽത്ത് സഫറിങ്സ് വിഭാഗം 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ 1ാം വിഭാഗം കിടപ്പിലായ രോഗികളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവർക്കായി പരിചരണം നൽകുന്നത് പ്രാഥമിക ആരോഗ്യ അല്ലെങ്കിൽ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വഴിയാണ്. അത് എല്ലാ മാസവും അതോടൊപ്പം പ്രത്യേക പരിചരണം ഉള്ളപ്പോഴും ഈ പാലിയേറ്റീവ് പരിചരണം നമ്മൾ സേവനം ഉറപ്പാക്കുകയാണ്. അതുപോലെ സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് കൂടി ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവഴി കൂടുതൽ വിദഗ്ധ പരിചരണം ആവശ്യമുള്ളവർക്ക്, അതായത് ഇഞ്ചക്ഷൻ കൊടുക്കാൻ, അതുപോലെ മലാശയ ക്യാൻസർ ബാധിച്ച് വയറിലൂടെ ബാഗ് ഉണ്ടാവും, അപ്പം അങ്ങനെയുള്ളവർക്കും ഈ ഒരു സേവനം സെക്കൻഡറി യൂണിറ്റിൻ്റെ വിദഗ്ധ പരിചരണം നമുക്ക് ലഭ്യമാണ്. അതുവഴി ഡോക്ടർ, നഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ സേവനങ്ങൾ കൂടി വീടുകളെത്തിക്കാൻ ഈ സെക്കൻഡറി യൂണിറ്റ് വഴി നമുക്ക് സാധ്യമാണ്. അതുപോലെ അടുത്തതായിട്ട് 2ാം വിഭാഗമാണ്. 2ാം വിഭാഗത്തിൽ പെടുന്നവർ കിടപ്പ് രോഗികളല്ലാത്തവരാണ്. അതായത് ചുമരുകളിൽ ഒതുങ്ങുന്ന ഗുരുതര രോഗപീഠകൾ അനുഭവിക്കുന്നവരാണ്. പ്രമേഹം മൂലം മുറിവ് പറ്റിയവരുണ്ട്, അതുപോലെ ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, പ്രായാധിക്യവും ദീർഘകാല രോഗവും മൂലം പരസഹായം ആവശ്യമുള്ളവർ, പിന്നെ അതുപോലെ തന്നെ കിഡ്നി രോഗികൾ, അവയവം മാറ്റിവെച്ചവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് എന്നിവരെല്ലാം ഈ 2ാം വിഭാഗത്തിൽ പെടുന്നു. 2ാം വിഭാഗത്തിൽ പെടുന്നവരെ ഹോം ബൗണ്ട് എന്നാണ്
എന്ന കാറ്റഗറി എന്നാണ് നമ്മൾ പറയാറ്. ഹോം ബൗണ്ട്, അതായത് വീട്ടിൽ നിന്നും പുറത്തേക്ക് പരസഹായം കൂടാതെ ഇറങ്ങാൻ സാധിക്കാത്തവരെയാണ് നമ്മൾ പറയുന്നത്. ഇതും നമ്മൾ 2ാം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രം വഴിയാണ് സേവനം നൽകുന്നത്. അതോടൊപ്പം 3ാം വിഭാഗത്തിൽപ്പെടുന്നവർ ദീർഘകാല ഗുരുതര രോഗം ഉള്ളവരാണ്. അതായത് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, അതായത് ഫോളോ അപ്പ് ഇല്ലാത്ത ക്യാൻസർ രോഗികൾ, എന്നാൽ ശ്രദ്ധ വേണ്ട ക്യാൻസർ രോഗികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ 3ാം വിഭാഗത്തിലാണ് പെടുന്നത്. അതുപോലെ തന്നെ കിഡ്നി രോഗികൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, കരൾ രോഗികൾ, മറ്റു ഗുരുതര പീഡകൾ അനുഭവിക്കുന്നവർ, എന്നാൽ പരസഹായം ആവശ്യമില്ലാത്തവരും ജോലിക്കും മറ്റും പോകാൻ പറ്റുന്ന ആൾക്കാരുമാണ് നമ്മൾ ഈ 3ാം വിഭാഗത്തിൽ പെടുത്തുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ വിഭാഗത്തിൽ പരിചരണം ഉറപ്പുവരുത്തുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1ാമത്തെ കാറ്റഗറിയുള്ള രോഗികൾക്ക് പ്രൈമറി പാലിയേറ്റീവ് വഴിയാണ് പരിചരണം നൽകുന്നത്. 2ഉം 3ഉം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരിചരണം നൽകുവാനായിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ വഴിയുള്ള MLSP നഴ്സുമാർ അവൈലബിൾ ആണ്. ഈ സേവനത്തിൽ ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഈ സഞ്ജീവിനി ടെലി കൺസൾട്ടേഷൻ, അതായത് ഓൺലൈൻ വഴി ഡോക്ടറെ കാണുവാനുള്ള ഒരു ഉപാധി അവൈലബിൾ ആണ്. അതോടൊപ്പം 36 തരം മരുന്നുകളും 9 ടെസ്റ്റുകളും ലഭ്യമാക്കുന്നു. ആവശ്യമെങ്കിൽ വിദഗ്ധ പരിചരണത്തിനായി റെഫർ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ മൂത്രം പോകുന്നതിനായുള്ള ട്യൂബ് മാറ്റുന്നതും മറ്റും പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റാണ് പരിചരണം നൽകുന്നത്. 2ഉം 3ഉം കാറ്റഗറിയിൽപ്പെട്ടവരെ സന്ദർശിക്കുന്നതും പരിചരിക്കുന്നതും മുൻഗണന അനുസരിച്ചാണ്. കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരെ മാസം തോറും ആവശ്യമുള്ളപ്പോഴും മറ്റുള്ളവരെ 3 മാസത്തിനൊരിക്കലുമാണ് നമ്മൾ സന്ദർശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് പുതുതായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്? രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി APL BPL തുടങ്ങിയ മുൻഗണനകളൊന്നുമില്ലാതെ തന്നെ പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള ആർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായത് ഓരോ വാർഡിലെയും ആശമാരെ വിവരം അറിയിച്ചാൽ മതി. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് BPL APL മറ്റു മുൻഗണനാ വിഭാഗം എന്നിവയൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. കിടപ്പ് രോഗികൾ, പെട്ടെന്ന് സ്ട്രോക്ക് വരുന്ന ആൾക്കാർ, ക്യാൻസർ രോഗികൾ, പ്രായാധിക്യം മൂലം കിടപ്പിലായവർ, അതുപോലെ തന്നെ ജീവിതാവസാന പരിചരണം ആവശ്യമുള്ളവർ എന്നിവർക്കെല്ലാം സാമ്പത്തികം നോക്കാതെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പാലിയേറ്റീവ് കെയർ ജനകീയാരോഗ്യ കേന്ദ്രം വഴിയും രജിസ്റ്റർ ചെയ്ത് ചികിത്സാ സമ്പ്രദായം ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ OP സൗകര്യവും ലഭ്യമാണ്. അതുപോലെ തന്നെ പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ളവർ ആശയവിവരം അറിയിക്കുകയും ജനകീയാരോഗ്യ കേന്ദ്രം വഴി, അതായത് പാലിയേറ്റീവ് ഗ്രിഡ് എന്നൊരു സംവിധാനമുണ്ട് ഇപ്പോൾ, അതുവഴി രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. മറ്റെന്തൊക്കെ സംവിധാനങ്ങളാണ് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ വഴി സാന്ത്വന പരിചരണത്തിനായിട്ട് ലഭിക്കുന്നത്? രോഗി താമസിക്കുന്ന വാർഡ് ഉൾപ്പെടുന്ന ജനകീയാരോഗ്യ കേന്ദ്രം വഴിയാണ് സാന്ത്വന പരിചരണവും തുടർ ചികിത്സയും ലഭ്യമാക്കുന്നത്. അതുപോലെ രോഗികൾക്ക് ആവശ്യമായ സാമഗ്രികൾ കൂടി ജനകീയാരോഗ്യ കേന്ദ്രം വഴി ലഭ്യമാക്കാൻ ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൻ്റെ ഭാഗമായി വിവിധ ചെറുതും വലുതുമായ ആവശ്യ സാമഗ്രികൾ, അതായത് വീൽ ചെയർ, എയർ ബെഡ്, വാക്കിംഗ് സ്റ്റിക്ക് എന്നിവ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. താമസിയാതെ തന്നെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള കൂടുതൽ ഉപകരണങ്ങളും ആളുകളുടെ സൗകര്യാർത്ഥം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യുവാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഞ്ജീവിനി സംവിധാനവും ജനകീയാരോഗ്യ കേന്ദ്രം വഴി ലഭ്യമാകുന്നു. രോഗികൾക്കും പരിചരിക്കുന്നവർക്കുമായി മാനസികമായ പിന്തുണ കൂടി നൽകുന്നു. അതുപോലെ മാസത്തിലൊരിക്കൽ വീടുകളിലെത്തി ഹോം കെയർ ടീം വീട്ടുകാർക്ക് രോഗികളെ പരിചരിക്കുന്ന രീതികൾക്ക് പരിശീലനം കൊടുക്കുകയും ആവശ്യമുള്ള നഴ്സിംഗ് സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്നു. കൂടാതെ ആശമാർ മാസത്തിലൊരിക്കൽ ഇത്തരം രോഗികളെ സന്ദർശിച്ച് വേണ്ട പിന്തുണ നൽകുന്നുണ്ട്. ഓരോ രോഗിയുടെയും സമീപത്ത് പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിടപ്പിലല്ലാത്ത എന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള രോഗികളെ ജനകീയ ആരോഗ്യ കേന്ദ്രം വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള എല്ലാവർക്കും വരുമാന പരിധിയില്ലാതെ അവരുടെ വീടുകളിൽ മികച്ച പരിശീലനം ലഭിക്കുന്ന തരത്തിൽ സാർവത്രിക പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ സ്വാന്തന പരിചരണ സംവിധാനം ഒരുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സന്നദ്ധ പ്രവർത്തകരെയും സംഘടനകളെയും സർക്കാർ സംവിധാനങ്ങളെയും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിലും പരിചരണം ലഭ്യമാക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വിപുലമായ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ പുതിയ പ്രവർത്തന വഴികളിലേക്ക് ആരോഗ്യരംഗത്ത് ഈ വെളിച്ചത്തിനൊപ്പം സമർപ്പണ സേവന ജനകീയ മുഖവും സാന്ത്വനത്തിൻ്റെ കരസ്പർശവുമായാണ് ഓരോ ആരോഗ്യ പ്രവർത്തകരും നിലകൊള്ളുന്നത്. വളരെ നന്ദി. പാലിയേറ്റീവ് പരിചരണം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ എന്ന വിഷയത്തിൽ സംസാരിച്ചതിന്. വെൽനസ് വേയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അഥവാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ വഴി നൽകുന്ന പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന ഗാർഹിക പരിചരണ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്. FHC പൂതാടിയുടെ കീഴിൽ വരുന്ന കേണിച്ചിറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ MLSP സ്റ്റാഫ് നഴ്സ് ദൃശ്യ ശ്രീനാഥ്, FHC മേപ്പാടിയുടെ കീഴിൽ വരുന്ന ചുളുക്ക ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ MLSP സ്റ്റാഫ് നഴ്സ് സോണിയ ജോസഫ് എന്നിവരായിരുന്നു.
വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR കൺവർടെക് HWCS SHSRC K പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ.